ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള മത്സര ചിത്രം തെളിയുമ്പോഴും മഹാസഖ്യത്തിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല. സഖ്യത്തിൻ്റെ ഭാഗമായി ലഭിച്ച 6 സീറ്റിന് പുറമെ 3 മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് CPI എടുത്തിരിക്കുന്ന നിലപാട്. സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെയാണ് 24നോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ആ വാക്കുകൾ: CPI का 7 नॉमिनेशन कल तक हो गया, 2 नॉमिनेशन कल होगा। टोटल 9 सीट है, 9 सीट है जिसमें कांग्रेस से भी दोस्ताना संघर्ष है। അതേസമയം കോൺഗ്രസ് PCC അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ RJD സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. കോൺഗ്രസ് RJD മത്സരം ഉണ്ടാകില്ലെന്ന് PCC ട്രഷറർ ജിതേന്ദ്ര ഗുപ്ത 24നോട് പ്രതികരിച്ചു. I think within 2-3 days RJD will get back his nomination, no problem. Our Gathbandhan is entitled, no problem, ma'am. We are strongly fighting the election against BJP and JDU government. So this is election. Everybody want ticket. In every party some problem. മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചർച്ച NDAയ്ക്കുള്ളിൽ അസ്വസ്ഥത പടർത്തുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ. एकदम नीतीश कुमार जी हमारे नेता हैं, उनके नेतृत्व में हम चुनाव लड़ रहे हैं और नीतीश कुमार जी हमारे नेता हैं. सीएम का फेस नीतीश कुमार जी ना. अब सीएम हमारे नेता हैं, वो नेतृत्व, उन्हीं के नेतृत्व में हम चुनाव लड़ रहे हैं. राहुल गांधी का वोटर अधिकार यात्रा, एनी चांस टू वो टायर पंचर, ट्यूब पंचर, उन्होंने पंचर में ही गाड़ी बहुत दूर चला दिया. वो SIR पूरा डिफ्यूज हो गया एंड नो वोटर्स, कोई वोटर ने क्लेम नहीं किया, किसी तरह का ऑब्जेक्शन नहीं किया और SIR पूरा टाइम फिस. കാറ്റ് പോയി എന്നാണ് തോന്നുന്നത്, അദ്ദേഹം പറഞ്ഞതെന്ന് തോന്നുന്നു. ഇന്ത്യ അറിയാതുകൊണ്ട് തോന്നുന്ന രാഹുൽ ഗാന്ധിയുടെ സഖ്യ വണ്ടിയുടെ ടയർ പഞ്ചറായി എന്നാണ് പറയുന്നത്. കാറ്റ് പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബീഹാറിലെ വിവിധ കക്ഷി നേതാക്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞ ഞങ്ങളുടെ പ്രതിനിധി പാറ്റ്നയിൽ നിന്ന് വിനീത VG ചേരുന്നു. പറയൂ വിനീത. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികൾക്കിടയിലും വലിയ പ്രശ്നങ്ങളുണ്ട്. എന്തിലും തമ്മിൽ ഭേദം NDA എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ NDA സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി മുഖം അത് നേരത്തെ തന്നെ NDA JDU നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിതീഷ് കുമാർ തന്നെ ആയിരിക്കും എന്ന തരത്തിൽ അവർ പ്രചരണം നടത്തുന്നുണ്ട്. അത്തരത്തിലേക്കുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. പക്ഷേ അതേസമയമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു പരാമർശം അത് JDUവിനെ ആകമാനം വെട്ടിലാക്കിയിരുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ നമ്മൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും അതേ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുകയായിരുന്നു, ഈ NDAയുടെ മുഖം അത് നിതീഷ് കുമാർ തന്നെ അല്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് NDAയുടെ നേതാവ് തന്നെയാണ് നിതീഷ് കുമാർ എന്നാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. അദ്ദേഹം അതിന് മറുപടി തരുന്നില്ല. NDA നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ വോട്ടറധികാർ യാത്രയെക്കുറിച്ച് നമ്മൾ ചോദിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. രാഹുൽ ഗാന്ധിയുടെ വോട്ടറധികാർ യാത്ര അത് ടയർ പഞ്ചറായ വണ്ടി പോലെയാണെന്നാണ് പറയുന്നത്. ടയർ പഞ്ചറായ വാഹനത്തിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ, അതേ അവസ്ഥയാണ് മഹാസഖ്യത്തിനുമെന്നാണ് NDA ക്യാമ്പുകൾ വിലയിരുത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണവും അങ്ങനെ തന്നെയാണ്. പക്ഷേ മഹാസഖ്യത്തിലേക്ക് വരുമ്പോൾ പ്രതിസന്ധികൾ വലിയ രൂക്ഷമായി തുടരുകയാണ്. മഹാപ്രതിസന്ധിയിലേക്ക് മഹാസഖ്യം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ വ്യക്തമാക്കുന്നത് ഈ ബെച്ച്വാര CPIയുടെ കോട്ടയാണ്. ബെച്ച്വാരയിൽ CPI സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ആ നാമനിർദ്ദേശ പത്രിക അവർ പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ 9 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ 3 മണ്ഡലങ്ങളിൽ ഒരു സൗഹൃദ മത്സരമാണ് നടക്കുന്നത്. അവിടെ ഈ CPI സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണുള്ളത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെയാണ് ഈ RJDയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. RJD അവിടെ നിന്ന് ആ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങളെന്നാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.